ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുപോലെ സയൻസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സയൻസ് നമുക്ക് SCERT ചാപ്റ്റർ ഓരോ യൂണിറ്റ് വെച്ച് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ SCERT എന്ന് ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങൾ വെച്ചിട്ടൊരു മോക്ക് ടെസ്റ്റാണ്. ഇപ്പോൾ ഊർജ്ജമാണ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് SCERT എന്ന് വരാൻ ചാൻസുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഓരോ വീഡിയോയിലും ഇടും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ സയൻസ് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി SCERT ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ SCERTയിൽ എന്താണോ പറഞ്ഞാൽ അങ്ങനെ ഒരു മൊഡ്യൂൾ മൊത്തമായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സയൻസിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ചോദിക്കാൻ ചാൻസുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അറിയപ്പെടുന്നത് എന്ത് പേരിൽ? അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക? ഊർജ്ജം എന്ന് പറയാം. നമുക്കൊരു വർക്ക് ചെയ്യണം, ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. അതിനെ തന്നെയാണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊർജ്ജം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങൾ എന്തെല്ലാം? താഴെ പറയുന്നവയിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ് ചൂടും പ്രകാശവും. ചൂടും പ്രകാശവും എന്ത് ചെയ്യാം? നമുക്ക് നേരിട്ടിട്ട് അനുഭവിക്കാം. ഓക്കെ, പഴയ കാലത്ത് വീടുകളിൽ പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സിനൊരു ഉദാഹരണമാണെന്ത്? ചാണകവരളി. എന്താണ് ചാണകവരളി? പഴയ കാലത്ത് വീടുകളിൽ പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? ചാണകവരളി. കത്തുമ്പോഴോ രൂപമാറ്റം സംഭവിക്കുമ്പോഴോ താപം പുറത്തുവിടുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേര്. ഇപ്പോൾ ഒരു കത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു രൂപമാറ്റം വരുമ്പോൾ എന്ത് പുറത്തുവിടുകയാണ്? താപം പുറത്തുവിടുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഇന്ധനങ്ങൾ. കത്തുമ്പോഴോ രൂപമാറ്റം സംഭവിക്കുമ്പോഴോ താപം പുറത്തുവിടുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഇന്ധനങ്ങൾ. താഴെ പറഞ്ഞവയിൽ പാചകം ചെയ്യുമ്പോൾ ഇന്ധനമായി ഉപയോഗിക്കാത്ത പദാർത്ഥം എന്ത്? താഴെ പറയുന്നവയിൽ പാചകമായിട്ടുണ്ട് കേട്ടോ. പാചകം ചെയ്യുമ്പോൾ ഇന്ധനമായി ഉപയോഗിക്കാത്ത പദാർത്ഥമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇപ്പോൾ വിറക്, അറക്കപ്പൊടി, മണ്ണെണ്ണയൊക്കെ നമ്മൾ പാകം ചെയ്യുമ്പോൾ യൂസ് ചെയ്യലുണ്ട്. പക്ഷെ എന്താ യൂസ് ചെയ്യില്ല? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, കത്തുമ്പോഴോ രൂപമാറ്റം സംഭവിക്കുമ്പോൾ താപം പുറത്തു വിടുന്നത് എന്താണ്? ഇന്ധനങ്ങൾ. അത് മറന്നു പോകരുത്. മെഴുകുതിരി കത്താൻ, ഇത് ടെക്സ്റ്റിൽ എന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. മെഴുകുതിരി കത്താൻ വായു ആവശ്യമാണെന്ന് തെളിയിക്കുന്ന പരീക്ഷണത്തിൽ ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരി അണയാൻ കാരണം എന്താണ്? അപ്പോൾ ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ ഗ്ലാസ് കൊണ്ട് അവിടെ മൂടുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാണ്? ആ തീ എന്താണ്? കെട്ടുപോവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം വായുവിൻ്റെ ലഭ്യത ഇല്ല. അവിടെ എന്തില്ല? വായുവിൻ്റെ ലഭ്യത ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിറകടുപ്പുകളിൽ ഇന്ധന നഷ്ടം കുറയ്ക്കുന്നതിനായി ചെയ്യാവുന്ന ശരിയായ മാർഗം എന്താണ്? വിറകടുപ്പുകളിൽ ഇന്ധന നഷ്ടം കുറയ്ക്കുന്നതിനായി ചെയ്യാവുന്ന ശരിയായ മാർഗം എന്താണ്? പാത്രത്തിനും അടുപ്പിനുമിടയിൽ വിടവ് കുറയ്ക്കുക. എന്താ ചെയ്യേണ്ടത്? പാത്രത്തിനും അടുപ്പിനും ഇടയിലുള്ള ഒരു വിടവ് കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ധന നഷ്ടം കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാത്രത്തിനും അടുപ്പിനും ഇടയിൽ എന്ത് ചെയ്യാം? വിടവ് കുറയ്ക്കാൻ പറ്റും. വിറകടുപ്പിൽ മികച്ച രീതിയിൽ കത്താൻ വിറക് എങ്ങനെയുള്ള കഷ്ണങ്ങളാക്കണം? വിറകടുപ്പിൽ മികച്ച രീതിയിൽ കത്താൻ വേണ്ടിയിട്ട് വിറക് എങ്ങനെയുള്ള കഷ്ണങ്ങളാക്കണം? ചെറിയ കഷ്ണങ്ങളാക്കണം. എങ്ങനെയുള്ള കഷ്ണങ്ങളാക്കേണ്ടത്? ചെറിയ കഷ്ണങ്ങളാക്കണം. ആഹാര സാധനങ്ങൾ പാകം ചെയ്യുമ്പോൾ ഇന്ധന നഷ്ടം കുറയ്ക്കാൻ അനുവർത്തിക്കേണ്ട മാർഗം എന്താണ്? ആഹാര സാധനങ്ങൾ പാകം ചെയ്യുമ്പോൾ ഇന്ധന നഷ്ടം കുറയ്ക്കാൻ അനുവർത്തിക്കേണ്ട മാർഗം എന്താണ്? അടച്ചു വേവിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? അടച്ചു വേവിക്കണം. പാചകവാതക അടുപ്പുകളിൽ ബർണറുടെ എപ്രകാരം സൂക്ഷിക്കുന്നതാണ് ഇന്ധന നഷ്ടം കുറയ്ക്കാൻ സഹായിക്കുന്നത്? ഈ പാചകവാതക അടുപ്പുകളിൽ ബർണറുകൾ എങ്ങനെ സൂക്ഷിച്ചാലാണ് നമുക്ക് ഇന്ധന നഷ്ടം കുറയ്ക്കാൻ സഹായിക്കുക? ഈ ബർണറുകൾ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കുക. എന്താണ്? ബർണറുകൾ വൃത്തിയായിട്ട് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് ഇന്ധന നഷ്ടം കുറയ്ക്കാം എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ധന നഷ്ടം ഉണ്ടാക്കുന്ന സാഹചര്യം ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ധന നഷ്ടം ഉണ്ടാകുന്ന സാഹചര്യം ഏതാണ്? അടുപ്പിൽ നിറയെ വിറക് വെക്കുക. അടുപ്പിൽ നിറയെ വിറക് വെച്ചാൽ എന്താണ് സംഭവിക്കുക? ഇന്ധന നഷ്ടം അവിടെ സംഭവിക്കും. താഴെ തന്ന ഒരു കേസ് നോക്കുകയാണെങ്കിൽ, ബസ്, ലോറി, മണ്ണുമാന്ത്ര യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവായി ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ബസ്, ലോറി, മണ്ണുമാന്ത്ര യന്ത്രം എന്നിവയിൽ പൊതുവായി ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഡീസലാണ്. കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്തെല്ലാമാണ്? പെട്രോള്, ഡീസല്, ഗ്യാസ്. എവിടെയൊക്കെ? കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോള്, ഡീസല്, ഗ്യാസൊക്കെ ഉപയോഗിക്കാറുണ്ട്. വിമാനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് താഴെ പറയുന്നതിൽ എന്താണ്?
വിമാനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏവിയേഷൻ ഫ്യൂവലാണ് അല്ലെങ്കിൽ ജെറ്റ് ഫ്യൂവൽ. വിമാനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏവിയേഷൻ ഫ്യൂവൽ അല്ലെങ്കിൽ ജെറ്റ് ഫ്യൂവൽ. ഫാക്ടറികളിൽ വലിയ തോതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം? ഫാക്ടറികളിൽ വലിയ തോതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് കൽക്കരി, ഗ്യാസ്, നാഫ്ത. എന്താണ്? കൽക്കരി, ഗ്യാസ്, നാഫ്ത ഫാക്ടറികളിൽ വലിയ തോതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG എന്നിവ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ഏത് പദാർത്ഥത്തെ സംസ്കരിച്ചാണ് വേർതിരിച്ചെടുക്കുന്നത്? ഏത് പദാർത്ഥമാണ്? ക്രൂഡ് ഓയിൽ. എന്താണ്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG എന്നിവ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ഏത് പദാർത്ഥത്തെ സംസ്കരിച്ചിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്? ക്രൂഡ് ഓയിൽ. അതായത് പെട്രോളിയത്തിനെ സംസ്കരിച്ചിട്ടാണ് ഈ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG ഒക്കെ ഉണ്ടാവുന്നത്. താഴെ പറയുന്നവയിൽ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നം അല്ലാത്തത് ഏത്? ബിറ്റുമിൻ, ലുബ്രിക്കേറ്റിംഗ് ഓയിൽ, പാരാഫിൻ വാക്സിനൊക്കെ എന്താണ്? നമുക്ക് ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ കിട്ടുന്നതാണ്. ബയോഗ്യാസ് അതിൽ പെടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിൽ പെട്ട മരങ്ങളും ജീവജാലങ്ങളും വായുവിൻ്റെ അഭാവത്തിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ഇന്ധനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫോസിൽ ഇന്ധനങ്ങൾ. എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. ഫോസിൽ ഇന്ധനങ്ങളുടെ പ്രധാന പ്രത്യേകതയായി പാഠഭാഗത്ത് പറയുന്നത് എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളുടെ പ്രധാന പ്രത്യേകതയായിട്ട് പാഠഭാഗത്ത് പറയുന്നത് ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. അല്ലേ? ഇത് പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി പിന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല. അതാണ് ആൻസർ വരുന്നത്. ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് എന്ത്? ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾ എന്താണ്? ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. എന്താണ്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. റിന്യൂ ചെയ്യാൻ പറ്റാത്ത, അതാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ഡീസലും വൈദ്യുതിയും പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് തീവണ്ടികൾ ഓടിക്കാൻ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് എന്താണ്? ഡീസലും വൈദ്യുതിയും വരുന്നതായിട്ട് മുന്നേ എന്തായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്? കൽക്കരി. അല്ലേ? കൽക്കരി ഉപയോഗിച്ചിട്ടായിരുന്നു ട്രെയിനൊക്കെ ഓടിക്കൊണ്ടിരുന്നത്. നിലവിൽ കൽക്കരി പ്രധാനമായും താഴെ പറയുന്നവയിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? നിലവിൽ കൽക്കരി പ്രധാനമായും താഴെ പറയുന്നവയിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? താപവൈദ്യുത നിലയങ്ങളിൽ. എവിടെയാണ്? താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി ഇപ്പോൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. കാലക്രമണത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റത്തിൻ്റെ ശരിയായ ക്രമം എങ്ങനെയാണ്? ആദ്യം നമ്മൾ കൽക്കരി ആയിരുന്നു, പിന്നെ അത് ഡീസലിലേക്ക് മാറി. ഇപ്പോൾ അധിക ട്രെയിൻ എങ്ങനെയാണ്? വൈദ്യുതിയിലാണ്. അല്ലേ? അപ്പോൾ കൽക്കരി, ഡീസൽ, വൈദ്യുതി, ആ ഒരു ഓർഡറിലാണ് അത് പോണത്. അടുത്ത ക്വസ്റ്റ്യൻ. ജലവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജലവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യാണ്? താഴേക്ക് പതിപ്പിച്ച് ടർബൈനുകൾ കറക്കിയിട്ടാണ്. വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തിയിട്ട് താഴേക്ക് പതിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇവിടെ ടർബൈനുകൾ കറക്കിയിട്ടാണ് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വിൻഡുമിൽ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഊർജ്ജത്തിൽ നിന്നാണ്? വിൻഡുമിൽ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റിൽ നിന്നാണ്. അല്ലേ? കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളാണ് തീരപ്രദേശങ്ങൾ, കുന്നിൻ പ്രദേശങ്ങൾ, മലയിടുക്കുകൾ. എവിടേക്കാണ്? തീരപ്രദേശങ്ങൾ, കുന്നിൻ പ്രദേശങ്ങൾ, മലയിടുക്കുകൾ. കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ ഒരു പ്രശസ്തമായ സ്ഥലമാണ് ഏത്? രാമക്കൽമേട്. അല്ലേ? കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രശസ്തമായ സ്ഥലമാണ് രാമക്കൽമേട്. പാലക്കാട് ജില്ലയിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ചോദിച്ചാൽ അത് രാമക്കൽമേട്, ഇടുക്കിയാണ്. കാഞ്ചിക്കോട്, അട്ടപ്പാടി, അഗളി ഇതൊക്കെ എവിടെയാണ്? പാലക്കാടാണ്. തമിഴ്നാട്ടിലെ ഏത് സ്ഥലമാണ് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന് വലിയ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്? അരുവാഴ്മൊഴി. എവിടെയാണ്? അരുവാഴ്മൊഴി. അരുവാഴ്മൊഴി എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജ സ്രോതസ് ഏതാണ്? ഫോട്ടോസിന്തസിസിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? സൂര്യപ്രകാശം. അല്ലേ? സൂര്യപ്രകാശം. സൗരോർജ്ജത്തിൻ്റെ താപം നേരിട്ട് ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണം ഏതെല്ലാം? സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്ററൊക്കെ എന്താണ്? സൗരോർജ്ജത്തിൻ്റെ താപം നേരിട്ട് ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്നവയാണ്. സൗരോർജ്ജ പാനലുകളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൻ്റെ സഹായത്തോടെയാണ്? സോളാർ സെൽസ്. അല്ലേ? സൗരോർജ്ജ സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. താഴെ പറഞ്ഞവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന, റിന്യൂ ചെയ്യാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൗരോർജ്ജം, കാറ്റ്, ജലവൈദ്യുതി. എന്താണ്? റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ആണ് സൗരോർജ്ജം, കാറ്റ്, ജലവൈദ്യുതി. പുനരുപയോഗിക്കാൻ കഴിയാത്ത നോൺ റിന്യൂവബിൾ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രധാന ദോഷം എന്താണ്? പരിസര മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. എന്താണ്? പരിസര മലിനീകരണം ഉണ്ടാക്കുന്നു. വൈദ്യുത വാഹനങ്ങളുടെ
അതായത് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? മലിനീകരണം കുറവാണ്, ചെലവ് കുറവാണ്, പരിപാലന ചെലവ് എന്താണ്? കുറവാണ്. അതാണ് അതിൻ്റെ പ്രധാന സവിശേഷത എന്നാണ് പറയുന്നത്. വൈദ്യുത വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന് നൽകിയിരിക്കുന്ന സവിശേഷമായ നിറം എന്താണ്? ഇലക്ട്രിക് വണ്ടികളുടെ നമ്പർ ബോർഡിൻ്റെ നിറം എന്താണ്? പച്ച കളർ അല്ലേ? പച്ച കളറാണ്. കടൽ തീരങ്ങളിൽ ലഭ്യമാകുന്ന ഏത് പ്രകൃതി ശക്തി ഉപയോഗിച്ചാണ് വൈദ്യുതി നിർമ്മിക്കാൻ സാധിക്കുക? ഏത് പ്രകൃതി ശക്തിയാണ്? തിരമാലകളുടെ ശക്തി അല്ലേ? തിരമാലകളുടെ ശക്തിയാണ് കടൽ തീരങ്ങളിൽ ലഭ്യമാകുന്ന പ്രകൃതി ശക്തി. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണെന്ത്? പാരമ്പര്യേതര അല്ലെങ്കിൽ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. എന്താണ്? പാരമ്പര്യേതരയാണ്, പരമ്പരാഗതല്ല, പാരമ്പര്യേതര അല്ലെങ്കിൽ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ പറയുന്ന പേര്. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, നെടുമ്പാശ്ശേരി. എവിടെയാണ്? കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, നെടുമ്പാശ്ശേരി. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവമാലിന്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വാതക ഇന്ധനം ഏതാണ്? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവമാലിന്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വാതക ഇന്ധനമാണ് ഏത്? ബയോഗ്യാസ്. ഏതാണ്? ബയോഗ്യാസ്. താഴെ പറയുന്നവയിൽ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രധാന മേന്മകളിൽ പെടാത്തത് എന്താണ്? മാലിന്യ നിർമ്മാർജ്ജനം, ഗുണമേന്മയുള്ള വളലഭ്യത, ആഗോളതാപനം, പരിസര മലിനീകരണം കുറയ്ക്കുന്നു. പെടാത്തതാണ് ചോദിച്ചത്. പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, ആഗോളതാപനം കൂട്ടുന്നുണ്ട്. പെടാത്തതല്ല ചോദിച്ചാൽ, ആഗോളതാപനം കൂട്ടുന്നു എന്നത് പെടാത്തതാണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായും വെന്തു കിട്ടാനും ഉപയോഗിക്കുന്ന ലളിതമായ ഉപകരണമാണ് എന്ത്? ചൂടാറാപ്പെട്ടി അല്ലേ? ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായും വെന്തു കിട്ടാനും ഉപയോഗിക്കുന്ന പെട്ടിയാണ് ചൂടാറാപ്പെട്ടി. ചൂടാറാപ്പെട്ടി പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? താപം പുറത്തു പോകാതെ തടഞ്ഞു നിർത്തി ഊർജം ലഭ്യമാക്കുന്നു. അതാണ് അതിൻ്റെ പ്രവർത്തന തത്വം. ഫോസിൽ ഇന്ധനങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരു പ്രധാന പരിസ്ഥിതി പ്രശ്നം എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരു പ്രധാന പരിസ്ഥിതി പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം. നിലവിലുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതികൾ മറികടക്കാൻ ശാസ്ത്രലോകം വലിയ പ്രതീക്ഷയോടെ കാണാവുന്ന ഭാവി ഇന്ധനങ്ങളാണ് ഹൈഡ്രജനും ബയോഡീസലും. ഏതാണ്? ഹൈഡ്രജനും ബയോഡീസലും. ഇന്ധന ഉപയോഗം കുറയ്ക്കാനും ഇന്ധന പ്രതിസന്ധി മറികടക്കാനുമുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്താണ്? ഇന്ധന ഉപയോഗം കുറയ്ക്കാനും ഇന്ധന പ്രതിസന്ധി മറികടക്കാനുമുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറയുന്നത് ഊർജ്ജനഷ്ടം പരമാവധി തടയുക. എന്താണ്? ഊർജ്ജനഷ്ടം പരമാവധി തടയുക. താഴെ പറയുന്നവയിൽ പരമ്പരേതര ഊർജ്ജ ഉൽപാദന മാർഗങ്ങളിൽ പെടുന്നത് എന്താണ്? പെടുന്നത് ഭൂതാപോർജ്ജം, അണുശക്തി, തിരമാല ഊർജ്ജം. എന്തൊക്കെയാണ്? ഭൂതാപോർജ്ജം, അണുശക്തി, തിരമാല ഊർജ്ജം. ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നം ഏതാണ്? ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് ബിറ്റുമിൻ. എന്താണ്? ബിറ്റുമിൻ. ഉപ്പളങ്ങളിൽ അതായത് സാൾട്ട് പാൻസിൽ ഉപ്പ് വേർതിരിച്ചെടുക്കാൻ പ്രകൃതിദത്തമായി ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജം ആണ് സൂര്യപ്രകാശത്തിലെ താപോർജ്ജം. എന്താണ്? സൂര്യപ്രകാശത്തിലെ താപോർജ്ജം. താഴെ പറയുന്നതിൽ പ്രകൃതി മലിനീകരണം ഏറ്റവും കുറഞ്ഞ വാഹനം ഏതാണ്? EV, ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു സീരീസ് പോവാൻ വിചാരിക്കുന്നത്. അതായത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചാപ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്